ഹായ് മക്കളെ, അപ്പോൾ +1 അക്കൗണ്ടൻസി എക്സാമിന് ഷുവറായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻസ് പ്രൂവ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ദ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പ്രോസസ് ഷോ ദ ഇമ്പാക്ട് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓഫ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ട് അതിലുള്ള നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഇമ്പാക്ട് ഒന്ന് നമ്മളെന്താണ് കാണിക്കണം. ഓക്കെ, എങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ അക്കൗണ്ടിങ് ഇക്വേഷൻ ത്രൂ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് തരില്ല, ഒരു 4-5 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ അതിലെന്താണ് മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. നിർബന്ധമായിട്ട് മക്കൾ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? അപ്പം നമുക്കറിയാലോ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ ഈ ഓരോ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം നോക്കിക്കോ, നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നോക്കാം. ആദ്യം എന്താ സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് ക്യാഷ് 2 lakh ആൻഡ് ബിൽഡിംഗ് 2,50,000. ഓക്കെ, അപ്പം ആദ്യം തന്നെ എന്താണ് നമ്മൾ ക്യാഷും ക്യാപിറ്റലും കൊണ്ടുവന്നു അല്ലെ? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ക്യാഷും ക്യാപിറ്റലും കൊണ്ടുവന്നു. അപ്പോൾ അതങ്ങനെ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എഴുതുക. നമുക്കറിയാം അവിടെ എന്താണ് വന്നിട്ടുള്ളത് അല്ലെ? ഒരു ക്യാപിറ്റലും ഒരു ക്യാഷും എന്താണ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു അല്ലെ? എന്തിൻ്റെയൊക്കെ ഫോമിൽ? ക്യാഷിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും ഫോമിൽ അല്ലെ? അപ്പോൾ ക്യാഷും ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, ക്യാപിറ്റലും റെഡി അല്ലേ? അപ്പോൾ നമുക്ക് അതെന്താ ആദ്യം തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്യാം അല്ലെ? അപ്പോൾ ആദ്യം എന്താണ് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു, അതേ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തുകൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒരു ബിൽഡിങ്ങും കൂടെ നമുക്ക് വന്നിട്ടുണ്ടല്ലോ. സെറ്റ് എത്രയായിട്ടാണ് വരുന്നത്? ക്യാഷ് 2 ലക്ഷവും അല്ലേ, ബിൽഡിംഗ് എത്രയാ 2,50,000 സെറ്റ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നമ്മുടെ ക്യാപിറ്റൽ എത്രയായി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എത്രയായി? ക്യാപിറ്റൽ എത്ര നമ്മുടെ കയ്യിലേക്ക് വന്നു? 4,50,000 നമുക്ക് ക്യാപിറ്റലും ഉണ്ടായി. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ആദ്യത്തെ നമ്മുടെ ട്രാൻസാക്ഷൻ ബേസിൽ നിങ്ങൾ നോക്കിയാൽ എന്ത് സംഭവിച്ചു? അസറ്റ് ഈസ് ഈക്വൽ ടു അല്ലെ? അസറ്റ് എത്രയാണ്? 2 ലക്ഷം പ്ലസ് 2,50,000. ടോട്ടൽ എത്രയാണ്? ക്യാപിറ്റൽ അല്ലെ ലാബിലിറ്റി ഇവിടെ സംഭവിക്കുന്നുണ്ടോ? എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടോ നമുക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, ലാബിലിറ്റി എന്താണ് 0 ആണ് അല്ലേ? ഓക്കെ, ക്യാപിറ്റൽ എത്രയാ? 4,50,000. സോറി മക്കളെ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി. അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കിക്കോ. പർച്ചേസ്ഡ് മെഷീനറി ഫോർ ₹75,000 ആണ് അല്ലേ? നമ്മൾ എന്താണ് 75,000 മെഷീനറി പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ? പുതിയൊരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. ഇവിടെ എന്താ ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലേ? ക്രെഡിറ്റിനൊന്നുമല്ല. സോ ഇത് നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക അല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് 75,000 കുറയുകയും നമ്മുടെ കയ്യിലേക്ക് അസറ്റ് എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് അല്ലെ, മെഷീനറി എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് വരികയും ചെയ്തു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ അതാ നോക്കിയ സെക്കൻഡ് ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? 75,000 നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് കുറഞ്ഞു അല്ലേ? ക്യാഷ് മൈനസ് ചെയ്യണം. അതേസമയം എന്താ മെഷീനറി എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വരികയും ചെയ്തു 75,000. റെഡി അല്ലേ? അപ്പോൾ എന്തായി നമ്മുടെ പുതിയ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? സിമ്പിൾ അല്ലേ? 2 ലക്ഷത്തിൽ നിന്ന് 1,25,000 കൊടുക്കുമ്പോൾ എത്ര വരുന്നു? 1,25,000 ക്യാഷ് ഉണ്ടാവുന്നു. ബിൽഡിങ്ങിന് ഒരു വ്യത്യാസമില്ല അല്ലെ? എത്ര? 2,50,000 തന്നെ. പിന്നെയോ മെഷീനറി എത്രയാ? 75,000. റെഡി. അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ലാബിലിറ്റി എന്താണ്? നമുക്കിവിടെ ഒരു കള്ളി വരയ്ക്കാം അല്ലേ? ലാബിലിറ്റി എന്താ? അത് 0 തന്നെ. ക്യാപിറ്റൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇതൊന്ന് കൂട്ടി നോക്ക്. 4,50,000 തന്നെയല്ലേ വരിക അല്ലേ? യെസ്. ഓക്കെ അല്ലേ? റെഡി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കാം. എന്താ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹85,000 അല്ലെ? ക്രെഡിറ്റിന് നമ്മളെന്താ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ? കടത്തിന് നമ്മളെന്താ എന്തോ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ? യെസ്. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിലേക്ക് എന്ത് വന്നു? ഗുഡ്സ് വന്നു. അപ്പോൾ അത് നമുക്ക് എന്താ റെക്കോർഡ് ചെയ്യണം അല്ലെ? ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് വന്നു. എത്രയ്ക്ക്? 85,000 അല്ലെ? 85,000 കാരണം അത് ക്രെഡിറ്റിനാണ് നമ്മൾ വാങ്ങുന്നത്, കടത്തിനാണ് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷിലൊന്നും എന്താ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല അല്ലെ? ക്യാഷിലൊന്നും എന്തില്ല, ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. റെഡി. പക്ഷെ എന്ത് വരുന്നുണ്ട്? കടത്തിന് വാങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്താ ലാബിലിറ്റി ഉണ്ടായി അല്ലെ? അവിടെ ഒരു ലാബിലിറ്റി ഉണ്ടായി കടത്തിന് വാങ്ങി എന്ന് പറയുമ്പോൾ അല്ലെ? സെറ്റ് അല്ലേ? റെഡി. അപ്പോൾ 2 സ്ഥലത്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഗുഡ്സ് എന്ന് പറയുന്ന ഒരു അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നു, അതേസമയം എന്താ ലാബിലിറ്റി ഉണ്ടായി. ബാക്കി ഒന്നിനും എന്താ ഒരു ചേഞ്ചും ഇല്ല. ക്യാഷ് എത്ര തന്നെ? 1,25,000 തന്നെ. ദെൻ ബിൽഡിംഗ് എന്താ ചേഞ്ച് ഉണ്ടോ? ഇല്ല. ബിൽഡിംഗ് എത്രയാ? 2,50,000 തന്നെ. പിന്നെയോ മെഷീനറി എത്രയാ? 75,000 തന്നെ. ദെൻ 85,000 പുതിയ ഗുഡ്സും. മറ്റേത്ര? മറ്റേലൊരു ചേഞ്ചും ഇല്ല അല്ലെ? ക്യാപിറ്റൽ എത്രയാ? 4,50,000 തന്നെ.
സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താക്കാം, നാലാമത്തെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് നോക്കാം. എന്താണ്? ലോൺ ഫ്രം ബാങ്ക് ഫോർ 1 lakh അല്ലേ? ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ അല്ലെ, നമ്മൾ ലോൺ എടുത്തു എന്നുള്ളതാണ്. റെഡി? അപ്പോൾ ലോൺ എടുക്കുക എന്ന് പറയാൻ ലോൺ എടുക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വന്നു അല്ലേ? അപ്പോൾ ക്യാഷിൽ എന്ത് സംഭവിച്ചു? 1 ലക്ഷം കൂടി അല്ലെ? ക്യാഷിൽ എത്രയാണ്? 1 ലക്ഷം കൂടി. സെറ്റ്. റെഡി? മറ്റൊക്കെ എന്താണ്? എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? പിന്നെ നമ്മുടെ ബിൽഡിംഗ് അല്ലെ? ബിൽഡിംഗ് എന്താ വ്യത്യാസമൊന്നുമില്ല, 2,50,000 തന്നെ. മെഷീനറി എന്ത് വ്യത്യാസം ഉണ്ടോ? അതിലില്ല. 75,000 തന്നെ. ഗുഡ്സിൽ എന്ത് വ്യത്യാസം ഉണ്ടോ? അതിലും ഒരു വ്യത്യാസവും വരുന്നില്ല അല്ലെ? പക്ഷെ എന്താണ്? പുതിയ ഒരു ലാബിലിറ്റി കൂടെ ആഡ് ആയി. ഏതാണ് ലാബിലിറ്റി? നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അല്ലെ? നമ്മളെന്താ ബാധ്യതയാണ്. അപ്പോൾ അത് ബാങ്കറിന് എഴുതിയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ എന്താ ലാബിലിറ്റിയുടെ അണ്ടറിലും വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ അവിടെ സാറിൻ്റെ അവിടെ തന്നെ ലാബിലിറ്റിൻ്റെ അണ്ടറിൽ 1 lakh കാണിച്ചു. റെഡി? അപ്പോൾ എത്രയാണ് വരുന്നു? ഇതാ 1,85,000 നമ്മൾ ടോട്ടൽ ലാബിലിറ്റി വരുന്നു, പ്ലസ് 4,50,000 എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ബേസിൽ നമ്മളത് അതിൻ്റെ ഇമ്പാക്റ്റ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഇതിൽ നിർബന്ധമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 4 ട്രാൻസാക്ഷൻസ് സാർ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നു, അതുപോലുള്ള അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്നു, അങ്ങനത്തെ ട്രാൻസാക്ഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു പ്രോബ്ലം മക്കൾ വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. ഷുവറാണ് 4 or 5 മാർക്കിന് ഇത് നിങ്ങൾക്ക് എക്സാമിന് കാണാൻ പറ്റും. അപ്പോൾ ആ മാർക്ക് മിസ്സാക്കണ്ട, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ബൈ.